തുറന്നു തരണേ അല്ലാഹുവേ. ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ റമളാനുകളിൽ ഖുർആൻ ഓതാനുണ്ടായിരുന്ന, ദിക്ർ ചൊല്ലാനുണ്ടായിരുന്ന, ഉച്ചയുടെ ഈ ക്ലാസ്സുകളിലൊക്കെയും പങ്കെടുക്കാറുണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ റമളാനിൽ ഞങ്ങളുടെ കൂടെ ഈ മജ്ലിസിൽ പങ്കെടുത്തിരുന്ന ആരെല്ലാം ഈ റമളാനിൽ ഞങ്ങളുടെ കൂടെയില്ലാതെ ഖബറിലുണ്ടോ, അവരുടെ ഖബറുകളിലേക്ക് ഇതിന്റെ മുന്തിയ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വീടാക്കണേ റബ്ബേ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ ദലായിലുൽ ഖൈറാത്തിന്റെ എല്ലാ ഗുണങ്ങളും അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. ഞങ്ങൾ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുമ്പോൾ അവർ ഞങ്ങളുടെ കൂടെയില്ലല്ലോ അല്ലാഹുവേ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല് സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. രോഗികളായ ആളുകളുണ്ട്. ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസ് തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ നോമ്പുകാരായ ആളുകൾ ആമീൻ പറയുന്ന ഈ ദുആ നീ സ്വീകരിച്ച് അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് നീ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ.